ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് രോഹിണി ദിനത്തെപ്പറ്റി പറയാനാണ്. ഡിസംബർ 25 രോഹിണി നക്ഷത്രമാണ്. നമ്മുടെ ഹിന്ദു വിശ്വാസമനുസരിച്ച് രോഹിണി ആരാണ്? രോഹിണി ബലരാമൻ്റെ അമ്മയാണ്. ബലരാമൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബലരാമസ്വാമി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സഹോദരനാണ്. അപ്പം നിങ്ങൾക്ക് തോന്നും ബലരാമൻ്റെ അമ്മ എങ്ങനെയാണ് രോഹിണി ആയതെന്ന്. വസുദേവരുടെയും ദേവകിയുടെയും 8ാമത്തെ പുത്രനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. പ്രസവിച്ച ഉടനെ തന്നെ നന്ദഗോപരുടെയും യശോദയുടെയും അടുത്തേക്ക് ഭഗവാനെ മാറ്റുകയും അവർ പ്രസവിച്ച ആ പെൺകുട്ടിയെ തിരികെ ദേവകിയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെക്കുകയും ഒക്കെ ചെയ്ത കഥ എല്ലാവർക്കും അറിയാം. അത് മായാദേവിയായിരുന്നു ആ കുട്ടി. കംസൻ നിലത്തടിക്കാനായിട്ടെടുത്ത് കാലിൽ പിടിച്ച് തൂക്കിയെടുക്കുമ്പോൾ ദേവി ഉയർന്ന ആകാശത്തിലേക്ക് പോവുകയും എന്നിട്ട് പറയുകയും ചെയ്യുന്നു, നിൻ്റെ അന്തകൻ ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ആ കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ വസുദേവരുടെയും ദേവകിയുടെയും 7ാമത് ഒരു കുട്ടി അവർക്കുണ്ടായി. ആ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയി എന്നാണ് വസുദേവർ കംസനെ അറിയിച്ചത്. പക്ഷേ ഗർഭാവസ്ഥയിൽ തന്നെ ഈ ഭ്രൂണത്തെ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റി. അപ്പോൾ ആരാണ് രോഹിണി? വസുദേവരുടെ ആദ്യ ഭാര്യയാണ് രോഹിണി. വസുദേവരെയും ദേവകിയെയുമാണ് കംസൻ തടവിലാക്കിയത്. രോഹിണി അവരുടെ ഒരു സഹോദരൻ്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പം വസുദേവരുടെ മകനാണ് ബലരാമൻ. രോഹിണിയാണ് പ്രസവിച്ചത്. അമ്മ ദേവകി അല്ല, യശോദയും അല്ല. രോഹിണി പുത്രനാണ് ബലരാമൻ. ഇതുകൂടാതെ ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും ഒരു സഹോദരിയും കൂടിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് ആ സഹോദരി? സുഭദ്ര. സുഭദ്ര വിവാഹം കഴിച്ചത് അർജുനനെയാണ്. ആ കഥയും നമുക്കറിയാം. അപ്പോൾ ആ സുഭദ്രയുടെ അമ്മയും രോഹിണിയാണ്. വസുദേവരുടെ 2 ഭാര്യമാരാണ് ദേവകിയും രോഹിണിയും. രോഹിണിയാണ് സുഭദ്രയെയും ബലരാമനെയും പ്രസവിച്ചത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രസവിച്ചത് ദേവകിയാണ്. വളർത്തിയത് യശോദയും നന്ദഗോപരും. അപ്പോൾ ഇപ്പം വീണ്ടും നിങ്ങൾക്ക് സംശയം തോന്നും, കൃഷ്ണനും ബലരാമനും ഒന്നിച്ചാണല്ലോ വൃന്ദാവനത്തിൽ താമസിച്ചിരുന്നത്. ശരിയാണ്. രോഹിണിയും യശോദയും സഹോദരിമാരാണ്. അവർക്കറിയാം ഇവർ ബലരാമനും ഭഗവാനും സഹോദരങ്ങളാണ് എന്ന് അറിയാം. അതുകൊണ്ടാണ് ഒന്നിച്ച് ഇവർ വളർന്നത്. ജൈനമത വിശ്വാസപ്രകാരം അവർ ബലരാമൻ്റെ അമ്മയായ രോഹിണി ദേവിയെ ആരാധിക്കുന്നതിനായിട്ട് രോഹിണി നക്ഷത്രത്തിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഈ മാർഗശീർഷ മാസത്തിലെ ഈ രോഹിണി നക്ഷത്രം, അതായത് ഡിസംബർ 25 അവർ രോഹിണി വ്രതത്തിലാണ്. ഭർത്താക്കന്മാരുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ആ വ്രതം എടുക്കുന്നത്. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ രോഹിണി സർപ്പങ്ങളുടെ മാതാവായ കദ്രുവിൻ്റെ അവതാരമായിട്ടാണ് പറയുന്നത്. കദ്രുവിൻ്റെയും വിനീതയുടെയും കഥ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു. അതായത് ഗരുഡ ഭഗവാന്റെ ജനനവും അമ്മയെ ശാപത്തിൽ നിന്നും മോചിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കഥ. അത് കേൾക്കണമെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ മതി. അതുകൊണ്ട് നിങ്ങൾക്കത് കേൾക്കാം. അപ്പോൾ ഇതാണ് രോഹിണി ദേവി. ബലരാമൻ്റെ അമ്മയാണ്. സഹോദരിയായ സുഭദ്രയുടെയും അമ്മയാണ്. ദേവകിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അമ്മ. ഇവർ അർത്ഥ സഹോദരങ്ങളാണ്.
ഇപ്പോൾ ആ ബന്ധം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ബന്ധം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വീഡിയോയുമായി വന്നത്. കാരണം കൃഷ്ണനും ബലരാമനും സുഭദ്രയും അവർ സഹോദരങ്ങളാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു അമ്മമാരിലുള്ള ആ വ്യത്യാസം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കാണില്ല. അതുകൊണ്ടാണ് ഈ ദിവസം ഈ രോഹിണി, ഈ ജൈനമതത്തിലുള്ള ആളുകൾ വ്രതമെടുക്കുമ്പോൾ ആരാണ് രോഹിണി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് വന്നത്. അപ്പം ഡിസംബർ 25-ാം തീയതി നിങ്ങൾ ഈ കഥ കേൾക്കുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഭഗവാൻ ഉണ്ടാവുക. ഇനി വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി, അവരുടെ ആയുരാരോഗ്യ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ രോഹിണീ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ജൈനമത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതമാണ് രോഹിണി വ്രതം. നമ്മൾ സാധാരണ ഈ രീതിയിലുള്ള രോഹിണി വ്രതമൊന്നും എടുക്കാറില്ല. അവരാണ് അതിന് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി എടുക്കുന്നത്. അപ്പം രോഹിണീ ദേവി ആരാണെന്ന് മനസ്സിലായല്ലോ. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.